മാസപ്പടി കേസിൽ CMRLനും പിണറായി വിജയന്റെ മകൾ വീണ വിജയനും കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേസിലെ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അവിടം കൊണ്ടും തീരുന്നില്ല പ്രതിസന്ധി. അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കോടതി തള്ളിയിരിക്കുകയാണ്. ഇതോടെ ഇനി കേസിലെ EDയുടെ തുടർ നടപടി നിർണായകമായിട്ടുണ്ട്. EDയുടെ അടുത്ത നീക്കം എന്തെന്ന ആകാംക്ഷയിലാണ് കേരളം. മെയ് മാസം 27-ന് കേസുമായി ബന്ധപ്പെട്ട ED 12 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. CMRL ED അന്വേഷണത്തിനെതിരെ സമർപ്പിച്ച ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ റെയ്ഡ്. പിന്നാലെ CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. MD ശശിധരൻ കർത്ത ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ജസ്റ്റിസുമാരായ രാജ വിജയരാഘവനൊപ്പം തന്നെ KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചും CMRLന്റെ ആവശ്യം തള്ളി. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRLന്റെ അഭിഭാഷകർ ചോദിച്ചു. എന്നാൽ അതും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് തന്നെ ഹൈക്കോടതി ആ ഹർജികൾ തള്ളിയിരിക്കുകയാണ്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇടപെടാൻ തക്ക കാരണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ECIയെ രജിസ്റ്റർ ചെയ്യാതെ EDക്ക് അന്വേഷണം നടത്താനാകില്ലെന്ന CMRL വാദം കോടതി അംഗീകരിച്ചില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. കോടതി വിധിക്ക് പിന്നാലെ ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ED മേധാവി കൊച്ചിയിലെത്തിയത്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള കൊച്ചിയിലേക്ക് വരവ് അത് വലിയ ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. തുടർ നീക്കങ്ങൾക്കാണ് അദ്ദേഹം എത്തിയതെന്ന് ഉറപ്പായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും EDക്ക് അനുകൂലമായൊരു വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ ഇനിയെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ നിർണായകമാണ്. ഇനി ഉയരുന്ന ചോദ്യം കേസിൽ വീണയ്ക്ക് ED സമൻസ് അയക്കുമോ എന്നതാണ്. റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ ലഭിച്ചെന്നാണ് ED പറയുന്നത്. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു, സ്വകാര്യ ഫോൺ പിടിച്ചെടുത്തു, നിരവധി രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടിലാണ് EDയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്ക് സേവനങ്ങളൊന്നും നൽകാതെ CMRL നിന്ന് 2,78 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ കണ്ടെത്തൽ. ഇക്കാര്യം ആദ്യം കണ്ടെത്തിയത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡാണ്. പിന്നീട് SFIO അന്വേഷണത്തിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു പണിയും ചെയ്യാത്ത വീണയ്ക്ക് കരിമണൽ കമ്പനി ഉടമ എന്തിന് കോടികൾ കൊടുത്തു എന്നതാണ് ഈ കേസിലെ കാതലായി ഉയരുന്ന പ്രശ്നം. കഴിഞ്ഞയാഴ്ച പിണറായിയുടെ വീട്ടിൽ നടന്ന ED റെയ്ഡിന് പിന്നാലെ വലിയ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ നിന്നും റെയ്ഡ് കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോയപ്പോൾ ആ വാഹനം CPM നേതാക്കൾ ആക്രമിച്ചു. ആക്രമണം ആസൂത്രിതമാണെന്ന നിലപാടിലാണ് ED. കേസിൽ പിണറായി വിജയൻ പ്രതിയല്ലാത്തതിനാൽ എന്തിന് CPM പ്രതിഷേധവുമായി ഇറങ്ങുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. നേതാക്കളൊക്കെ തന്നെ പറയുന്നത് പിണറായിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. പക്ഷേ അങ്ങനെ പാർട്ടിയുടെ ഒരു അംഗവുമല്ലാത്ത വീണ വിജയൻ പ്രതിയായ ഒരു കേസിൽ അല്ലെങ്കിൽ വീണയ്ക്കെതിരെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനെ പാർട്ടി എന്തിന് പ്രതിരോധിക്കണം എന്ന വളരെ സുപ്രധാനമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതാണ് തിരുവനന്തപുരത്തെ പിണറായിയുടെ വസതിയിൽ ED റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് കണ്ടത്. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ അവിടെ ഒത്തുചേർന്നുകൊണ്ട് EDക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അത് കോഴിക്കോടും കണ്ണൂരിലും ഒക്കെ തന്നെ നാം കണ്ടു. അത്തരത്തിൽ പാർട്ടി അംഗമല്ലാത്ത വീണയെ എന്തിന് ഈ കേസിൽ പ്രതിരോധിക്കണം? മടിയിൽ കനമില്ലെങ്കിൽ എന്തിന് വഴിയിൽ പേടിക്കണമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയായിരിക്കെ സഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉയർന്നപ്പോൾ പിണറായി വിജയൻ ഉയർത്തിയ ഒരു വാദമായിരുന്നു തങ്ങൾക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. പക്ഷേ ഇപ്പോൾ വീണയ്ക്കെതിരെ ഒരു അന്വേഷണം വരുമ്പോൾ അതിനെ പാർട്ടി എന്തിന് പ്രതിരോധിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും വീണയ്ക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കോടതി വിധി കൂടി അനുകൂലമായതോടെ ഇനി ഒരു നിമിഷം പോലും വൈകിക്കാതെയുള്ള നീക്കങ്ങളാകും ED നടത്തുക. കാരണം സ്വാഭാവികമായിട്ടും CMRL സുപ്രീം കോടതിയിലേക്ക് പോകും. അതിനുള്ള സാവകാശം ഹൈക്കോടതി കൊടുത്തില്ല എങ്കിൽ പോലും വിധിപ്പകർപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ CMRL സുപ്രീം കോടതി സമീപിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ പരമാവധി നിർണായകമായ നീക്കങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ ED ലക്ഷ്യമിടുന്നത്.